ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവിയുടെ അച്ഛനും അമ്മയും കൂടെ ദേവിയെ കുറേ ഉപദേശിക്കുന്നുണ്ട്. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ നിന്നെ അവിടെ കൊണ്ടാക്കും, ആ വീട്ടിനകത്ത് കയറ്റ് തന്നെ ചെയ്യുമെന്ന് ദേവി പറയാണ്. നിങ്ങളുടെ കള്ളത്തരങ്ങളും കവടത്തരങ്ങളും കണ്ടും കേട്ട് ഞാൻ മടുത്തു കഴിഞ്ഞു. ഇനി എന്നോട് ഒരു വകയും നിങ്ങൾ സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടുന്ന നേരത്ത് പുറത്ത് ആരോ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകലയും ഉദയഭാനും കൂടെ ഓടിച്ചെന്ന് നോക്കുകയാണ്. കഥക് തുറന്ന് നോക്കുമ്പോൾ ബ്രോക്കറാണ്. കാരണം വിദ്യയ്ക്ക് വേണ്ടിയിട്ട് കല്യാണം ആലോചിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുമായി ബന്ധപ്പെട്ട് ഒരു പയ്യൻ്റെ ആലോചനയായിട്ടാണ് വരുന്നത്. അപ്പോൾ വിദ്യയുടെ കാര്യമൊന്നും കേൾക്കുമ്പോൾ ഇവർക്ക് സന്തോഷമാവുന്നുണ്ട്. അയാളെ വിളിച്ച് അകത്തിരുത്തുന്നുണ്ട്. ചായയൊക്കെ തരട്ടേന്ന് ചോദിക്കുമ്പോൾ അയാൾ വേണ്ടാന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നല്ലൊരു ആലോചനയാണ്, പയ്യന് ഇവിടെ വന്ന് പെണ്ണ് കാണണം, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോക്കൂടെ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അതൊക്കെ ശരി, നമുക്ക് ചെയ്യാം എന്ന് പറയുമ്പം ബ്രോക്കർ തന്നെ പറയാണ്, പിന്നെ ഈ കല്യാണം ഏകദേശം ഒത്തു വന്നത് എന്നെ എന്താ കാര്യമെന്നറിയോ? എന്താ കാര്യം? ബാലേട്ടൻ്റെ കുടുംബത്തിൽ നിന്നാണല്ലോ നിങ്ങളുടെ മക്ക് ഒരു ആലോചന വന്നത്. നിങ്ങൾ അങ്ങോട്ടല്ലേ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത്. ആ ഒരു കുടുംബത്തിൻ്റെ മഹിമയും പേരും കൊണ്ടാണ് ഇപ്പം ഈ ഒരു ആലോചന വന്നിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇവരുടെ മുഖം അങ്ങ് മങ്ങിപ്പോവാണ്. എന്താ കുഴപ്പം? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണ് കാണാൻ വന്നോളൂ എന്ന് പറയാം. പെണ്ണും ചെറുക്കനൊക്കെ കണ്ടു. അതെങ്ങനെ കണ്ടു? അവൾ കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പരസ്പരം അറിയാം. പക്ഷേ ഒഫീഷ്യലായിട്ട് ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു പെണ്ണ് കാണൽ ചടങ്ങ്, അതിന് വേണ്ടി ഞായറാഴ്ച വരാൻ പറയട്ടെ എന്ന് ചോദിക്കാനും കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളന്ന് ആലോചിച്ചിട്ട് പറയാം. ബാലേട്ടനായിട്ട് ആലോചിക്കണമായിരിക്കും അല്ലേ? അതെ ശരി, എന്നാൽ വിളിക്കണേ എന്ന് പറഞ്ഞ് ബ്രോക്കർ പോവാണ്. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ആകെ വിഷമമായി. വിദ്യയുടെ കല്യാണം ഇനി എങ്ങനെ നടക്കും? അല്ല, ഇതിപ്പോൾ ദേവി ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. നാട്ടുകാരറിഞ്ഞാൽ ആകെ കുഴപ്പമാവും. നമ്മുടെ കള്ളത്തരങ്ങൾ കാരണമാണ് ഇവരുടെ കുടുംബം ഇങ്ങനെ ആയെന്നറിഞ്ഞാലേ എനിക്കൊരു പിടിയില്ല. വിദ്യയുടെ ജീവിതവും കൂടെ നമ്മളായിട്ട് തകർക്കണോ എന്നിവർ സംസാരിക്കുമ്പോൾ ശ്രീകല രണ്ടും കൽപ്പിച്ചങ്ങ് പറയാം. എന്തായാലും ഇത്രയൊക്കെ വന്നു, ഇനി ഒരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? വാ, നിങ്ങൾ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഒലിപ്പിച്ച് സംസാരിക്കുക. മോളെ, വിദ്യയ്ക്കൊരു ആലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്, അത് നടക്കണം എങ്ങനെയെങ്കിലും, അതിനെ മോള് സഹായിക്കണം. ഞാൻ എന്ത് സഹായിക്കാനാണ്? അതെല്ലാം നിങ്ങളൊരു കാര്യം ഓർത്തോ, എൻ്റെ ജീവിതമേ നിങ്ങളിങ്ങനെ കാക്കി തീർത്തു. ഇനി അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല. അവളുടെ ജീവിതം നശിപ്പിക്കാനല്ല, നല്ലതാക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. കൊള്ളാം. അങ്ങനെ നല്ലതാവണമെന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ആ പയ്യനോട് തുറന്നു പറയണം. നമുക്ക് വീടില്ലാന്നും നമുക്ക് ജോലിയില്ലാന്നും നമ്മൾ ദരിദ്രത്തിൽ കിടക്കുന്ന ആൾക്കാരാണെന്നും സത്യസന്ധമായിട്ടെല്ലാം തുറന്നു പറയണം. അത് ശരി. അപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം നടക്കുമെന്നാണോ നിൻ്റെ വിചാരം? അങ്ങനെ നടക്കുന്നെങ്കിൽ നടന്നാൽ മതി. നിൻ്റെ അനിയത്തിയുടെ ഭാവിയെക്കുറിച്ച് നിനക്ക് ഒരു ചിന്തയും ഇല്ല അല്ലേ? നിനക്ക് അവൾ നന്നാവണത് കണ്ടൂടാ. അസൂയ എന്തൊക്കെയാണ് നിങ്ങളീ പറയുന്നത്? എനിക്ക് അവളോടോ? എൻ്റെ അനിയത്തി നന്നാവുന്നത് കണ്ടുവിടുന്നോ? അവൾ നല്ലതായിട്ടിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ വലിയ പൊങ്ങച്ചവും പറഞ്ഞ് ഉള്ള കള്ളത്തരങ്ങളും പറഞ്ഞ് അവളെ കുടുംബത്തിലും കൂടെ പിന്നീട് എന്തെങ്കിലും ഒരിക്കൽ പിടിക്കപ്പെടും. അന്നും അവളും ഇതുപോലെ വീട്ടിൽ വന്നിരിക്കേണ്ട ഗതി വരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഇനി മേലിൽ നിർബന്ധിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി രണ്ടച്ഛനമ്മമാരുടെയും കൂടെ ശരിക്കും കയർത്തങ്ങോട്ട് സംസാരിക്കുകയാണ്. അവസാനം ശ്രീകലയ്ക്ക് നിവർത്തിയില്ലാണ്ടായിട്ടോ, നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അവസാനം ദേവി എരികേറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഉച്ചത്തിൽ പറയാനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് അറിയാടി നിൻ്റെ സ്വഭാവം, നിനക്ക് നിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? നിൻ്റെ അനിയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നിനക്ക് യാതൊരു ചിന്തയില്ല. അവളുടെ ഭാവി നശിച്ചു പോട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ അല്ലേ? അവളെ ഒരു ജീവിതം കൊടുത്ത് അവളെ ആരെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അത് നീയായിട്ട് സമ്മതിക്കത്തില്ല അല്ലേടി എന്നെല്ലാം പറഞ്ഞ് ശരിക്കും ദേവിക്ക് അനിയത്തിയോട് കുശുമുണ്ടാക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുക. അവസാനം ദേവി പറയാൻ, നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഇതൊന്നും കേൾക്കണ്ട, എനിക്ക് മതി. അച്ഛൻ എന്നോട് സംസാരിക്കരുത്, മിണ്ടാതിരുന്നോ? അങ്ങനെ ദേവിക്ക് സഹി കെട്ടു. രണ്ടും കൽപ്പിച്ച് തിരിച്ചു പോകണം, അല്ലെങ്കിൽ അവർ വന്ന് വിളിക്കണം. ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ദേവീനെ ആ വീട്ടിൽ എങ്ങനെ ചെന്ന് കയറും? ഇത്രയും നാണം കെട്ട് അവരുടെ മുന്നിൽ പിറ്റേത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് രാത്രി നമ്മുടെ മീനാക്ഷി ഭയങ്കരമായിട്ട് ടെൻഷനാണല്ലോ. മീനാക്ഷി ദേവി പോയ സമയം മുതൽ ഭയങ്കര വിഷമത്തിലാണല്ലോ. അത് രാത്രിയായിട്ട് ഉറക്കമില്ല. പിന്നെ പോരാഞ്ഞിട്ട് ഗോമതിക്ക് ഉറക്കമില്ല. ഗോമതി ആനന്ദ് ആദ്യം പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ മനസ്സിൽ വരുക. അമ്മയുടെ പൊന്നുമോള് ദേവിയില്ലേ, അവളുടെ അച്ഛനെന്ന് പറഞ്ഞ് ഒരുത്തനെ കൊണ്ട് നടക്കണില്ലേ, ബിസിനസ് മാൻ എന്നും പറഞ്ഞും കൊണ്ട്, അയാൾ വളരെ ഫ്രോഡാണ് എന്നിങ്ങനെ ആദ്യം പറഞ്ഞ കാര്യം ഓർത്ത് നമ്മുടെ ഗോമതി ഉറക്കമില്ല.
അങ്ങനെ മീനാക്ഷി രാത്രി എണീറ്റിരുന്ന് അമ്മയോട് പറയാം, അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അമ്മ തെറ്റായിട്ട് എടുക്കരുത്, അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല, എനിക്ക് പറയണം. എന്താ അവളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ദേവിയെക്കുറിച്ചാണോ നിനക്ക് പറയാനുള്ളത്? അമ്മേ ഞാൻ പറയട്ടെ, ദേവിയെടുത്ത് ഇവിടുന്ന് ഇറക്കി വിട്ടത് പൂർണ്ണമായും ശരിയാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ തന്നെ ഗോമതിക്ക് നല്ല ദേഷ്യമായി കേട്ടോ മീനാക്ഷിയോട്. ഞാൻ പറയണത് മുഴുവനും അമ്മ കേൾക്കണം. അത് ശരിയല്ല അമ്മേ, ദേവിയെടുത്ത് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അത് ദേവിയെടുത്തി അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കാം. അവർ പറഞ്ഞപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി ചെയ്തതാവാം. തുടക്കത്തിൽ ദേവിയെടുത്തി നമ്മളോടൊക്കെ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് അങ്ങനെയല്ല. പാവം നമ്മളെ, ഈ കുടുംബത്തെ ഒരു സ്വന്തം പോലെ കണ്ട് നമ്മളെല്ലാവരെയും കൂടെ സ്നേഹിച്ച് പിന്നീട് നമ്മളെല്ലാവരെയും എത്ര സ്നേഹത്തോടുകൂടിയാണ് ചേച്ചി ചേർത്ത് നിർത്തിയത്. അതുകൊണ്ട് ദേവിയെടുത്ത് പിന്നീട് കള്ളങ്ങളൊന്നും കാണിച്ചിട്ടില്ല. നമ്മളെ കൂടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിന്നത്. അത് അമ്മ മനസ്സിലാക്കണം. ബാക്കിയൊക്കെ തെറ്റ് തന്നെയാണ്. പക്ഷേ ദേവിയെടുത്ത് ഇവിടുന്ന് ഇറക്കി വിട്ടതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. മീനാക്ഷി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇനി എത്ര തന്നെ ആയാലും ശരി തന്നെ, അവളോട് നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എന്നെക്കൂടെ ക്ഷമിപ്പിച്ചാലും ശരി തന്നെ, ഈ മനസ്സിൽ അവൾ തന്ന മുറിവുണ്ടല്ലോ, അത് മരണം വരെ അതെനിക്ക് മാറ്റാനാവില്ല. അത് അവിടെ തന്നെ ഉണങ്ങാതെ കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി കിടന്ന് ഉറങ്ങാൻ കേട്ടോ. ഇത്രയും മീനാക്ഷിയും ധർമ്മസങ്കടത്തിലായി. കടയിലാണെങ്കിലും ബാലനും അതുപോലെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ആനന്ദിൻ്റെ കാര്യം ഓർത്താണ് അയാൾക്ക് വിഷമം. രാമേട്ടൻ വന്ന് പറയാം, ബാല, ഇതിനു മുമ്പ് ഇടയ്ക്ക് വെച്ചിട്ട് നീ അറിഞ്ഞിരുന്നില്ലേ ഈ ഉദയഭാനു ഫ്രോഡാണെന്നുള്ള കാര്യം? അന്നേ എല്ലാം തിരിച്ചറിയിക്കാനുള്ളതായിരുന്നു എല്ലാവരെയും. പക്ഷെ അന്ന് അയാൾ എങ്ങനെയോ ഒരു 10 ലക്ഷം രൂപ നിൻ്റെ കൈ കൊണ്ട് തന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അയാളെ സംശയിക്കാതെ പോയത്. ശരിയാ രാമേട്ടാ, ഞാനും ഓർത്തോ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും എന്നെപ്പോലെ സത്യസന്ധനാണെന്ന്. ഞാനും അങ്ങനെ തന്നെ ജീവിച്ചത്. കള്ളന്മാരാണെന്നും ചതിയന്മാരാണെന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എൻ്റെ ആനന്ദിന് വേണ്ടിയിട്ട് ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ തേടി നടന്നു. അവസാനം ഇങ്ങനെ ഒരു ബന്ധം വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അവനൊരു നല്ല ജീവിതം കിട്ടട്ടെ. ഞാനായിട്ട് അവൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ബാലൻ സങ്കടപ്പെടുവാണ്. ഇത് കാണുമ്പോൾ ആകാശിന് സഹിക്കോ? ആകാശ് പറയാം, അച്ഛൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ എന്തിനാ ഇത് ഓർത്ത് വിഷമിക്കണേ? എനിക്കറിയാം ഏട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ എല്ലാം കരുതിയും കൂട്ടിയും പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു ചതി നടപ്പാക്കുമെന്ന് ഞങ്ങളെങ്ങനെ അറിയാനാ? അതുകൊണ്ട് അച്ഛനതിൽ തെറ്റുകാരനല്ലല്ലോ. അവസാനം രാമേട്ടനും പറയാണ് കേട്ടോ, ഉദയഭാനും അവൻ്റെ ഭാര്യയൊക്കെ കള്ളാനും കള്ളിയൊക്കെ തന്നെയാണ്. പക്ഷെ ദേവിയെ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. അവളൊരു പാവം കൊച്ചല്ലേ. അപ്പോൾ ബാലന് ദേഷ്യം വരാം. എന്താ രാമേട്ടാ, ദേവിയുടെ സൈഡിൽ നിന്ന് അങ്ങ് പറയാണോ? അവൾ ചെയ്തത് വലിയൊരു തെറ്റല്ലേ? അവൾക്കെല്ലാം തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ ആനന്ദിനോടോ നമ്മളോടോ ആരോടെങ്കിലും? നമ്മളെന്താ അവളെ ഉപേക്ഷിക്കോ? ഒരു ഗതിയില്ലാത്ത ഇരിക്കുന്ന ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ അവളെ ചേർത്ത് നിർത്തുകയല്ലേ വേണ്ടൂ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പോൾ അവളെല്ലാം തുറന്ന് പറയാതെ അച്ഛനും അമ്മയ്ക്കും കൂട്ട് നിൽക്കുകയല്ലേ ചെയ്തത്? അവൾ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്തത്? നമ്മളെ നാണം കെടുത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ആകാശ് പറയാം, അച്ഛാ അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ദേവിയെടുത്തിയുടെ ഒരു മാനസികാവസ്ഥ നമ്മളും കൂടെ ആലോചിക്കണം. അച്ഛനും അമ്മയും പറയണതല്ലേ ചേച്ചിക്ക് കേൾക്കാൻ പറ്റൂ. അതിനു വേണ്ടി പെട്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പോഴേ നമ്മളോട് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ആയാൽ അച്ഛനും അമ്മയും ചിലപ്പോൾ ചേച്ചിയോട് വഴക്കുണ്ടാക്കുകയോ പ്രശ്നങ്ങളാക്കുകയൊക്കെ ചെയ്താലോ? അത് ചേച്ചിക്കും ദോഷമല്ലേ? അവരെ പേടിച്ചിട്ടായിരിക്കും ചേച്ചി ഇങ്ങനെയൊക്കെ നിന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ദേവിയെടുത്തി കുറ്റം പറയാനും പറ്റത്തില്ല എന്ന് ആകാശം പറയാം. ബാലൻ പറഞ്ഞിട്ട് എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എൻ്റെ മനസ്സിന് താങ്ങാനാവുന്നില്ല. എൻ്റെ ആനന്ദ്, അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പം ആകാശം അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. ആനന്ദേട്ടൻ ഒരു പഞ്ചപാവമാണ്. ആനന്ദേട്ടൻ നല്ലൊരു ജീവിതം കിട്ടി സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ച്. അതിങ്ങനായി തീർന്നു എന്നവർ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കിനും ദേവിയുടെ മുറിയിൽ ചായയും കൊണ്ട് ചെല്ലുന്ന ശ്രീകല അന്തം വിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ദേവി അവിടെ കാണുന്നില്ല. ദേവി ആ മുറികളിൽ അവിടെ എല്ലാവരും നോക്കുന്നുണ്ട്. ഉദയഭാനുവിനോട് വന്ന് പറയുകയും ചെയ്യാം. വീട് മുഴുവനും അരിച്ച് പറക്കണം കേട്ടോ, കാണുന്നില്ല. അവസാനം ശ്രീകലയ്ക്ക് പേടി എന്താണെന്ന് വെച്ചാൽ ദേവി എന്തെങ്കിലും കടുങ്കൈ ചെയ്തിട്ടുണ്ടാവോ എന്നാണ്. പക്ഷേ ഉദയഭാനു അപ്പം തന്നെ തീരുമാനിക്കണം, ഇതൊന്നും അല്ല, നീ പെട്ടെന്ന് റെഡിയായി വാ, എനിക്കറിയാം അവൾ എവിടെയാ പോയത്. നിങ്ങൾക്കിങ്ങനെ അറിയാം? നീ റെഡിയായിട്ട് വാ, എനിക്കറിയാം അവൾ അത് തന്നെ ഉറപ്പായിട്ട് അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഉദയഭാനു സംശയിച്ചതുപോലെ ദേവി നേരെ ദേവമംഗലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. മീനാക്ഷിയും മിത്രയൊക്കെ രാവിലെ പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ കോളിംഗ് ബെല്ല് വെക്കാട്ടോ. ഇതാരാ ഇത്ര രാവിലെ എന്നും പറഞ്ഞ് ഡോറ് തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ദേവിയെ കണ്ട് പെട്ടെന്ന് ഇവർ അന്തം വിട്ടു പോകാട്ടോ. അങ്ങനെ മിത്ര ചോദിക്കുന്നുണ്ട്, എന്താ ദേവിയെടുത്തി, എന്തിനാ ചേച്ചി ഇപ്പോൾ വന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദേവി അന്തം വിട്ടു പോവാ. എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? എന്തിനാ ഞാൻ വന്നേന്നോ? അതെന്ത് ചോദ്യം? ഇത് എൻ്റെയും കൂടെ വീടല്ലേ, ഞാൻ ഇവിടെയല്ലേ താമസിക്കേണ്ടത്, ഞാൻ ഇവിടുത്തെ ആളല്ലേ. അപ്പം മീനാക്ഷി പറയാ, അയ്യോ ഏട്ടത്തി തെറ്റിദ്ധരിക്കില്ലേ, അവൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇപ്പം ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഏട്ടത്തി ഇവിടുന്ന് പോവുകയും ചെയ്തില്ലേ. അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് ദേവിയെടുത്തി ഇങ്ങനെ കണ്ടതുകൊണ്ട് മനസ്സിലായി. പക്ഷേ മോളെ, ഞാൻ
ഇവിടെ ഇന്നലെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. എന്നെ ആ ഒരു സമയത്ത് എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. ഞാനും ആകെ പേടിച്ചു പോയി. എനിക്കും ചിലത് പറയാനുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും ഒന്ന് സംസാരിക്കണം. അമ്മ എന്തേ? അമ്മ ഉറക്കം എണീറ്റില്ലേ? അപ്പോൾ ഗോമതി ഇങ്ങോട്ട് വരുവാണ്. എന്നിട്ട് ദേവി ഇവരോട് പറയണം, എനിക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട്. അത് പറഞ്ഞിട്ടേ ഞാൻ പോവൂ. എനിക്ക് ഇവരോടൊക്കെ എല്ലാവരും ഒന്ന് വിളിക്കാവോ? അപ്പോൾ ഗോമതി ദേഷ്യം കൊണ്ട് ഇങ്ങോട്ട് വരുക കേട്ടോ. ഇതാരാന്ന് നോക്കിയിട്ട് ഇവളുടെ നമ്മുടെ ദേവിയെ കാണുന്നതും ഗോമതിക്ക് ദേഷ്യം കൊണ്ട് പല്ല് കടിച്ച് അങ്ങ് നിൽക്കുകയാണ്. ദേവിക്ക് നല്ല പേടിയുണ്ട് അമ്മയോട് സംസാരിക്കാൻ കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്